അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ? അപ്പം നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് അടുക്കളയിൽ ഇതാ നല്ലൊരു അടിപൊളി സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ സ്വന്തം അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. 2-3 ദിവസമായിട്ട് അടുക്കളയിലൊന്നും കയറലുണ്ടായിരുന്നില്ലല്ലോ. അപ്പം നമ്മളെ പെരേന്നൊക്കെ വന്ന് ഇന്നും കുറച്ച് പണിയൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ്. അപ്പോൾ ഒരു പാക്കറ്റ് സേമിയം കൊടുന്നിട്ടുണ്ട്. പിന്നെ കറി വെക്കാൻ നല്ല നാടൻ മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ പാക്കറ്റ് സേമിയം പൊട്ടിച്ചുകൊണ്ടൊന്ന് പാത്രത്തിൽ ഇട്ട് കാണിച്ചു തരാം. വറുത്ത സേമിയനാണ്. എന്നാലും ഞാനിതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കുള്ള മസാല ഈ ഒരു പാക്കറ്റിൽ തന്നെ ഉണ്ട്. ഞാൻ ഇതിലേക്ക് 2 മുട്ട ഉടച്ചിട്ട് പൊരിച്ചിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു വെല്ലുള്ളി എടുത്തുകൊണ്ട് മസാലയൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. വേറൊരു മസാലയും ഞാൻ ചേർക്കണില്ല. പിന്നെ ഈ സേമിയനൊന്ന് ചൂടാക്കാൻ വേണ്ടിങ്ങാണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ചട്ടിക്ക് ഇടുമ്പോൾ ഞാൻ എണ്ണ നെയ്യൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. തീ കുറച്ച് വെച്ചിട്ടുണ്ട്. സേമിയ എളുപ്പം ചോക്കും. അപ്പോൾ ആക്കത്തിന് ഇങ്ങനെ തീ കത്തിങ്ങാണ്ട് വറുത്തെടുക്കുകയാണ് നല്ലത്. സേമിയ വറക്കാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ. കാരണം ഇതിങ്ങോട്ട് കട്ട കുത്തിയിട്ട് വറുത്തെടുക്കാൻ ശരിയായി കിട്ടൂല. അങ്ങനെ അടുപ്പത്ത് ഞാൻ ലേശം വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇത് സേമിയക്ക് പാരാണ് കേട്ടോ. പച്ചവെള്ളം പാരുമ്പോൾ കുറച്ച് നേരം നമ്മൾ കാത്ത് നിൽക്കേണ്ടി വരും. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. സേമിയക്ക് ഞാൻ അത് പാർന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലൊന്നും ഇങ്ങോട്ട് വെട്ടി തിളക്കട്ടെ. അപ്പം നമുക്ക് അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരുമ്പാട് ഒഴിച്ച് കൊടുക്കണം. സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കട്ട കുത്തിയിട്ടേ കാരണം. അപ്പം ലേശം നാരങ്ങയുടെ നീരൊക്കെ ഒഴിച്ച് കൊടുത്താൽ നമ്മളെ സേമിയ ഉപ്പുമാവ് നല്ല വെറുവേനെ നിൽക്കും കേട്ടോ. പക്ഷേ കുരു ചാടാതെ നോക്കണം. കുരു ചാടിയിട്ട് ഈ വെള്ളത്തിൽ കടന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപ്പുമാവ് ഒരു കയ്പ്പ് വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ഞാൻ ചെറുനാരങ്ങയുടെ നീരൊക്കെ ഒഴിച്ചെടുത്തു. ഇപ്പം നമ്മളെ സേമിയൻ്റെ കളർ തന്നെ കണ്ടില്ല, നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. വല്ലാതെ ചോക്കാനും പറ്റൂല. അങ്ങനെ നമുക്ക് ഇതിഞ്ഞൊരു ഓട്ടപ്പാത്രത്തേക്ക് കൊട്ടണം. ഓട്ടപ്പാത്രത്തേക്ക് കൊട്ടിയതിൻ്റെ ശേഷം ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് പച്ചവെള്ളം പാർന്ന് കൊടുക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ അതിലിരുന്നുങ്ങാണ്ട് ഇങ്ങനെ കൊയക്കട്ട പോലെ ആവട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യണത്. എന്നിട്ട് ഞാൻ വേറെ ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിക്ക് ലേശം വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുക്കുക. ഇത് നല്ല രസമാണ് കേട്ടോ. ഈ ഉപ്പുമാവുകളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ മസാല നമുക്ക് ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടിപ്പൊരിഞ്ഞപ്പോൾ അതൊരു വെല്ലുള്ളി അരിഞ്ഞ് വെച്ചിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാൻ ഇടാൻ മറന്നതാണ്. പിന്നെ ലേശം വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ അവനാൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇല്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലും ഉപ്പുമാവ് രസം ഉണ്ടാവും. ഞാൻ ഇപ്പോഴാണ് ഇഞ്ചി ചതച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലോണം ഒന്ന് വാട്ടിയെടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് ലേശം മസാല ചേർക്കണം. അപ്പോൾ ഇത് ഇവിടെ കടന്ന് വാടട്ടെ. ഈ ചട്ടിയിൽ ഞാൻ 2 മുട്ട ഉണ്ട് അവിടെ കലക്കി വെച്ചിട്ട് അതൊന്നും ഇങ്ങോട്ട് പൊരിച്ചെടുക്കട്ടെ കേട്ടോ. ഇതിൽ പൊരിച്ചെടുത്തിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഉപ്പുമാവുക്ക് ചേർക്കാനുള്ളതാണ്. ഒന്നുപാടെ ടേസ്റ്റ് കൂടിക്കോട്ടെ വെച്ചിട്ടാണ്. പിന്നെ ഞാനിതാ ഈ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മസാല നല്ലൊരു ചൊയും ചൂരൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മസാല ഇട്ട് കൊടുത്തിട്ട് തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് നമ്മൾ ആ എണ്ണയിലൊന്ന് വാട്ടിയെടുക്കുക. അതിൻ്റെ ശേഷം നമുക്ക് എന്തെങ്കിലും മസാല വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ലേശം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേസ്റ്റിന് വേണ്ടിങ്ങാണ്ട് ചേർക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ലൊന്ന് ഇളക്കിയെടുക്കുക. ഉള്ളി വല്ലാതെ വാടേണ്ടൊന്നും ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് മസാലകളൊക്കെ ചേർക്കാം. എന്നിട്ട് ഞാൻ മുട്ട ഉണ്ട് അവിടെ അരിഞ്ഞ് വെച്ചിട്ട് അതും പാടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് ഇളക്കി എടുത്തതിൻ്റെ ശേഷം നമുക്ക് സേമിയം വേവിച്ച് വെച്ചതുണ്ടല്ലോ, ആദ്യം ഇതിക്കൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് കുറച്ച് നേരം അങ്ങനെ കടന്നോട്ടെ. എന്നാലാണ് ഈ മസാലയൊക്കെ നമ്മളെ സേമിയയിൽ പിടിച്ചുള്ളൂ. കണ്ടില്ലേ, ഒരു കുഴക്കട്ട പോലെ ഒന്നും ആയിട്ടില്ല. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മക്കൾക്കൊക്കെ ഉപ്പുമാവ് തിന്നാൻ ഭയങ്കര മടിയായിക്കാറ് കേട്ടോ. നല്ല വെറുവേനല്ല ഉപ്പുമാവാണ്. നല്ലൊന്ന് മസാല എല്ലാ ഭാഗത്തേക്കും ആക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ അമ്പൊന്ന് മൂടി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കത്തിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ സേമിയ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ലേശം മല്ലിച്ചപ്പും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ സേമിയ ഉപ്പുമാവ് കണ്ടില്ല, നിങ്ങൾ നല്ല വെറുവേനായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിമൊരു പണിയില്ല. നമുക്ക് തീയൊക്കെ ഓഫാക്കി ബാക്കിയുള്ള പരിപാടി ചെയ്യാം. ഇപ്പം നല്ല ചൂടാറിയിട്ടുണ്ട് നമ്മളെ സേമിയ ഉപ്പുമാവ്. മുട്ടയൊക്കെ പൊരിച്ചിട്ടുമ്പോൾ ഒന്നുപാടെ ഒരു ടേസ്റ്റ് കൂടും. ഇനി പുഴുങ്ങിയിട്ട് ഇടുകയാണെങ്കിൽ അങ്ങനെ ഇടുക. ഞാൻ ആകെ 2 മുട്ടുള്ളൂ. അപ്പോൾ കലക്കി പറന്നുകൊണ്ട് അങ്ങനെ മുറിച്ചിട്ടതാണ്. നല്ല വെറുവേനുള്ള ഉപ്പുമാവായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ബാക്കിയുള്ള പണി ചെയ്യാം. മീൻ രാവിലെ തന്നെ കായം കൂട്ടി വെച്ചിരുന്നു. അപ്പോൾ ഏതായാലും തീ ഒഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയിൽ മീനൊന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ആവോലിമുള്ളനാണ് പൊരിച്ചെടുക്കണത്.
2 നാടൻ മത്തി മസാല കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ എണ്ണയ്ക്ക് ആദ്യം ലേശം വേപ്പിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്നായിട്ട് ചട്ടിയിൽ വെക്കാൻ കഴിയൂല കേട്ടോ, കാരണം 4 ഉണ്ടാവൂലി മുള്ളനാണ്. അപ്പം ഞാൻ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാൻ, എല്ലാവർക്കും ഓരോന്ന് വേണമെങ്കിൽ തിന്നാലോചിച്ചിട്ട് കേട്ടോ. പിന്നെ ഞാൻ 2 മത്തി പൊരിച്ചത്. ഇനി ഉപ്പുമാവൊക്കെ ആർക്കെങ്കിലും മത്തി വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. രാവിലെ ചൂടോടുക്കനെ മീനൊക്കെ കൊടുക്കണത്. അങ്ങനെ അത് ഒരു അടുപ്പത്ത് കടന്ന് വേവട്ടെ. ഇപ്പുറത്തെ അടുപ്പത്ത് ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, മീൻകറി വെക്കാനാണ്. അപ്പോൾ എണ്ണ പാർന്നതിക്ക് ലേശം വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചുവന്നുള്ളിയും ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മൂക്കാൻ ഒഴിവില്ലാതെ ലേശം മുളകും പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല മസാല ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ, കളറൊക്കെ നല്ല കിട്ടിക്കോട്ടെ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ 2-3 തക്കാളി നുറുക്കി വെച്ചിരുന്നു, പച്ചമുളകും അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ആ മസാലയിലൊന്ന് കൂട്ടി പെനച്ചെടുത്തിട്ട് ആ ലേശം വെള്ളം പാർന്ന് കൊടുത്തിട്ടുണ്ട്. ഒന്നങ്ങോട്ട് മൂടി വെക്കട്ടെ, എന്നാൽ എളുപ്പം വെന്ത് കിട്ടിക്കോളും. ഞാൻ കേബേജാണ് ഉപ്പേരിക്കല്, അപ്പോൾ അതൊന്ന് നുറുക്കട്ടെ. അതിന് കുറച്ച് നേരം നമ്മൾ ഇരിക്കണമല്ലോ. ഈ കേബേജാണ് രസം. നമ്മൾ ഈ വട്ടത്തിലുള്ള കേബേജ് നല്ല ടേസ്റ്റാണ്, മറ്റേ കേബേജ് ഒരു ടേസ്റ്റ് തോന്നൂല കേട്ടോ. അങ്ങനെ കേബേജൊക്കെ അരിഞ്ഞപ്പോഴത്തേന് നമ്മളെ തക്കാളിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ അതൊന്നും ഇങ്ങോട്ട് ഉരതി ഉടച്ചിട്ട് ലേശം പുളിയും വെള്ളമൊക്കെ പാർന്നു കൊടുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് തിളപ്പിച്ചെടുക്കണം. മത്തി എങ്ങനെ കറി വെച്ചാലും രസമാണല്ലോ. അപ്പം ഞാൻ ഇതിലേക്ക് ഇനി പുളിയും വെള്ളമൊക്കെ ഒന്ന് പാർന്ന് കൊടുക്കട്ടെ. പിന്നെ നിങ്ങളെല്ലാവരോടും ഒരു കാര്യം കേട്ടോ, നാഗെ ബേജാറ് പിടിച്ചൊരു ദിവസമാണ് ഇന്ന്. നമ്മളെ 10ാം ക്ലാസ്സിലെ റിസൾട്ട് അറിയുന്നൊരു ദിവസമല്ലേ. എല്ലാ മക്കൾക്കും ഉന്നത വിജയം കൊടുക്കട്ടെ. നിങ്ങളെല്ലാവരും ദ്വയിൽ ഉൾപ്പെടുത്തുക. നമുക്ക് ഇനി ആ റിസൾട്ട് അറിഞ്ഞാൽ ഒരു സമാധാനം കിട്ടുള്ളൂ. ഒന്ന് പണിയൊക്കെ നേരത്തെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പണിയൊന്നും എടുത്തിട്ടും നീങ്ങല്ല, എന്നാലും നമ്മൾ തന്നെ എടുക്കണമല്ലോ. അങ്ങനെ എല്ലാ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിലിടക്ക് ഞാൻ മീനൊക്കെ പൊരിച്ചതാ നല്ലപോലെ ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് എന്താ വെച്ചാൽ ചായ കാച്ചണം. മക്കളൊക്കെ നീച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം മീൻകറി ഇവിടെ വെട്ടി തിളക്കണുണ്ട്. പാൽ തിളക്കുമ്പോഴത്തേന് ഇതിലേക്ക് മീനൊന്ന് ഇട്ട് കൊടുക്കട്ടെ. ഞാൻ കറിയിൽ തോനെ മീൻ ഇടുന്നുണ്ടോ, നല്ല മത്തിയാണേനും അത് മുറിച്ചിട്ടില്ല, നല്ല പഞ്ഞില്ല മത്തിയാണ് കേട്ടോ. പിന്നെ ഇവിടെ കറിയിൽ എത്ര മീൻ ഇട്ടാലും നല്ല ചിലവാണ്. നാടൻ മത്തിയൊക്കെ ആകുമ്പോൾ കുട്ടികൾ നല്ല തിന്നും ചെയ്യും. അങ്ങനെ ഇനി ഒന്ന് എല്ലാതും പാടെ ഒന്നും ഇങ്ങോട്ട് കൂട്ടി കലമ്പി ഒന്നും ഇങ്ങോട്ട് നല്ല വറ്റിയ മാതിരി ആക്കിയിട്ടുണ്ട്. കണ്ടില്ല നിങ്ങൾ, ഉടഞ്ഞിട്ട് ഇതാക്കിയിട്ടൊന്നുമില്ല. മീൻകറി തോനെ നേരമൊന്നും തിളപ്പിച്ചാൻ പറ്റില്ല, മത്തി ആകുമ്പോൾ പ്രത്യേകിച്ചും. അവ മാങ്ങാനായിട്ടുണ്ട്. ഒരു പൊടി വേപ്പിൻ്റെ പാടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചെറുതായി ഒന്നും പാടെ ഇങ്ങോട്ട് തിളക്കട്ടെ. അങ്ങനെ നമ്മളെ മത്തിക്കറിയൊക്കെ ഇവിടെ നല്ല കുറുകി വന്നിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. അങ്ങനെ അത് മാങ്ങി വെച്ചു. ഇനി നമുക്ക് കേബേജ് ഉപ്പേരിമ്പാടെ വെക്കാണ്ട്. അപ്പോൾ അതാ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കേബേജ് പേര് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഞാൻ എപ്പോഴൊന്നും ഉണ്ടാക്കൂല കേട്ടോ, കാരണം കേബേജ് ഭയങ്കര കേടാണ്. ഇവർക്കൊക്കെ കേബേജ് എങ്ങനെയാ വെച്ചാൽ ഹാഫ് വേവിന് തിന്നണതാണ് ഇഷ്ടം. പക്ഷെ കേബേജ് അങ്ങനെ തിന്നാൻ പറ്റൂല, നല്ല വെന്തിട്ട് തിന്നണം. കേബേജ് നല്ല വെന്തില്ലെങ്കിൽ അത് നമുക്ക് കേടാണ്. കേബേജ് മൂത്രക്കല്ലുണ്ടാവും എന്നൊക്കെ പറയണത് കേൾക്കട്ടോ, ഞമ്മക്കറിയില്ല. അപ്പം ഞാനിതാ മൂടി വെച്ചിട്ടുണ്ട്. ഞാൻ ചെറുതായി തീ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കടന്നിട്ട് വെന്ത് കിട്ടട്ടെ, നല്ല വേവിച്ചെടുക്കണം. അപ്പോൾ തന്നെ നമ്മളെ പാലൊക്കെ നല്ല തിളച്ചിരുന്നു. അപ്പം ഞാൻ പൊടിയൊക്കെ ഇട്ട് കൊടുത്തങ്ങാണ്ട് മാങ്ങാൻ നിൽക്കാനുള്ള പുറപ്പാടാണ്. അങ്ങനെ നമ്മൾ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇനി ഗ്യാസൊക്കെ ഒന്ന് തുടക്കട്ടെ, എല്ലാ പണിയും കഴിഞ്ഞതല്ലേ. ഈ ചൂടോടുക്കനെ ചെയ്യുകയാണെങ്കിൽ എല്ലാതും എളുപ്പം കഴിയും. അങ്ങനെ ഇതാ എല്ലാതും വീതനമ്മ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. മക്കളൊക്കെ കാത്ത് നിൽക്കണം. അപ്പോൾ എല്ലാവർക്കും വിളമ്പി വെച്ചിട്ടുണ്ട്. ബാബുവിന് ഞാൻ ലേശം ഉപ്പുമാവ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. പിന്നെ ഞാൻ ഇന്നൊരു പുഡിങ്ങും പാടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻഷാ അള്ളാ അതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മളെ പുഡിങ്. ഇതിൽ എനിക്ക് ചേർക്കാൻ പറ്റിയിട്ടില്ല, വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും മറക്കാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ട്. എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.